വചനസാരം വചനസാരം. മിശിഹായിൽ സ്നേഹം വാത്സല്യം നിറഞ്ഞവരെ, വചനസാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളാണ്. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് അവനോട് ചോദിക്കുന്ന ഫരിസേയർ യേശുവിനെ പരീക്ഷിക്കുന്നത് നാം ഇന്ന് കാണുന്നു. നാം പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ മുൻഗണനയെ ഊന്നി പറഞ്ഞുകൊണ്ട് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം ദൈവം ഇപ്രകാരം നമ്മെ കാണിക്കുന്നു: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് ഉദ്ധരിച്ചുകൊണ്ട് യേശു പ്രതികരിക്കുന്നു. പിന്നീട് യേശുനാഥൻ ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം വാക്യവും കൂടെ കൂട്ടിച്ചേർക്കുന്നു: നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനുള്ള കൽപ്പന നീ മറന്നു പോകരുത്. ഈ ഭാഗം അതിൻ്റെ ലാളിത്യത്തിൽ അഗാധമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും ഈ രണ്ട് തത്വങ്ങളിലേക്ക് യേശു എല്ലാ കൽപ്പനകളും നിയമങ്ങളും മാറ്റിയെടുക്കുന്നു. അപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരു യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും നീതിനിഷ്ഠമായ ജീവിതത്തിൻ്റെയും സാരാംശം യേശു നമുക്ക് കാണിച്ചു തരുന്നു. ഈ വാക്യങ്ങളുടെ പ്രതിഫലനം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ കേന്ദ്രീകൃതമായ അവസ്ഥയെ പരിഗണിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കും. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥമായ ആഴവും അർത്ഥവും പരിശോധിക്കുവാൻ അത് നമ്മെ വെല്ലുവിളിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും അവനെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും ആഗ്രഹിക്കുന്ന നാം ദൈവത്തോട് പൂർണ്ണ ഹൃദയത്തോടെ അർപ്പിക്കപ്പെട്ടവരാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ചുറ്റുമുള്ളവരെ നാം ആത്മാർത്ഥമായി കരുതുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നുണ്ടോ? നമ്മൾ നമ്മോട് തന്നെ ആഗ്രഹിക്കുന്ന അതേ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അവരോട് പെരുമാറുന്നുണ്ടോ? അതിന് നാം നമ്മെ തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. അതിന് കഴിയാത്തവർ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ കഴിയാത്തവരാണ്. ആത്യന്തികമായും ആധികാരികമായും ത്യാഗപരമായ സ്നേഹത്തിലേക്കുള്ള ഒരാഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും മതപരമായ ആചാരങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വാക്കുകളെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും നമ്മോട് കാണിച്ച സ്നേഹം ഉൾക്കൊള്ളുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ സ്നേഹം ജീവിക്കുവാൻ നമുക്ക് പ്രചോദനവും ലഭിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 31-ാം വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അപ്രകാരം തന്നെയല്ലേ ചെയ്യുക. പരിപൂർണ സ്നേഹം എല്ലാം സ്വീകരിക്കുകയും മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുകയും ചെയ്യലാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് പരസ്പരം സ്നേഹിക്കുവാനും ആത്മാർത്ഥമായി സേവിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വചനസാരം വചനസാരം.